റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. ശബരിമലയിലെ വാജിവാഹന കൈമാറ്റത്തിൽ തന്ത്രിക്കും UDF ഭരണസമിതിക്കും കുരുക്കായി ദേവസ്വം ബോർഡിന്റെ ഉത്തരവ്. ദേവചൈതന്യമുള്ള ഭൗതിക വസ്തുക്കൾ ദേവസ്വത്തിന്റെ സ്വത്തായി നിലനിർത്തണമെന്ന ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവ് ലംഘിച്ചാണ് വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത്. പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും ചേർന്ന് വാജിവാഹനം തന്ത്രിക്ക് കൈമാറുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു. രേഖകളില്ലാതെയാണ് വാജിവാഹനം തന്ത്രിക്ക് നൽകിയതെന്ന് മുൻ ദേവസ്വം ബോർഡ് അംഗം കെ രാഘവൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ശബരിമലയിൽ പഴയ സ്വർണ്ണക്കൊടിമരം മാറ്റുന്ന തീരുമാനമെടുക്കുന്ന യോഗത്തിൽ ദേവസ്വം ബോർഡ് ഞാനില്ല. വാജിവാഹനം കൈമാറുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി ഓർക്കുന്നില്ല. മാത്രമല്ല, അങ്ങനെ കൈമാറാൻ പാടില്ലാത്തതാണ്. ദേവസ്വം ബോർഡിന്റെ സ്ട്രോങ് റൂമിലോ അതല്ലെങ്കിൽ ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്ന മറ്റ് സങ്കേതങ്ങളിലോ അത് സൂക്ഷിക്കേണ്ടതാണ്. അത് തന്ത്രിക്കുള്ളതാണോ എന്നൊന്നും എനിക്ക് അതിനെക്കുറിച്ച് വിവരങ്ങൾ കൃത്യമായിട്ടൊന്നുമില്ല. അഥവാ അങ്ങനെയാണെങ്കിൽ തന്നെ അങ്ങനെ കൊടുക്കാൻ പാടില്ലായിരുന്നല്ലോ. ഇതിനൊന്നും വ്യവസ്ഥയോ ലിഖിതമായ നിയമങ്ങളോ ഒന്നും രേഖകളോ ഒന്നും തന്നെ ഇല്ല. വ്യവസ്ഥകൾ പ്രകാരം എന്നാൽ വാജിവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്നാണ് തന്ത്രി സമാജം വ്യക്തമാക്കുന്നത്. കാരണം ഒരാൾക്ക് കൊടുത്ത സാധനം കൊടുത്തേക്ക് റിക്കാർഡില്ലാത്തതല്ല, ക്ലിയർ റിക്കാർഡുള്ള സാധനമാണ് കൊടുത്തേക്കുന്നത്. ആ സാധനം ഏതാണ്ട് എന്താ പറയാ റെയ്ഡ് നടത്തി പിടിച്ചെടുക്കുക, അദ്ദേഹത്തിനെ വീണ്ടും അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുക. ഇവിടെയും ഇങ്ങനെയൊരു ഇത് പറഞ്ഞിട്ടില്ല, ഒരു അലിഗേഷൻ പറഞ്ഞിട്ടില്ല. ഇതിനെ കൊടുത്ത സാധനമാണ്, അല്ല അദ്ദേഹത്തിന്റെ അവകാശമാണ്. SIT കയറിയിട്ട് വേറെ ഒന്നും കിട്ടാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഈ തന്ത്രിയെ അവിടെ കിടത്തണം കുറച്ച് ദിവസം. അതിനുവേണ്ടി ഇത് കൊണ്ടുപോയി ഒരു നാടകം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് തന്നെയാണ് അതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം. റഹീസ് റഷീദും ശരത് എസും ഷബാസുമാണ് ആദ്യഘട്ടത്തിൽ ചേരുന്നത്. നമുക്ക് റഹീസിലേക്ക് പോയാൽ, റഹീസ്, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവുണ്ടായിരുന്നു. അത് ലംഘിച്ചുകൊണ്ടാണ് ഈ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു UDF കാലത്തെ ഭരണസമിതിയായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും ഒക്കെ അങ്ങനെ ഏത് രീതിയിൽ അല്ലെങ്കിൽ എന്തർത്ഥത്തിൽ എന്തുത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ വിവരങ്ങൾ ഒന്നും പരിശോധിക്കാതെ വാജിവാഹനം കൈമാറി എന്ന ചോദ്യം ഉയരുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങളും പുറത്തുവിട്ടതുമാണ്. അപ്പോൾ ഒരു തരത്തിലും ഈ കമ്മീഷണർ റിപ്പോർട്ട് പരിഗണിക്കാതെ വ്യവസ്ഥകളൊന്നും പാലിക്കാതെയുള്ള ഒരു കൈമാറ്റമാണ് നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമാവുകയാണല്ലേ? വിനിത, അങ്ങനെ കൃത്യമായി പറയേണ്ടി വരും. കാരണം 2012 അന്നത്തെ ദേവസ്വം കമ്മീഷണർ ഇത് സംബന്ധിച്ച ഒരു വ്യക്തത വരുത്തി ഒരു ഉത്തരവിറക്കുന്നത്. ആ ഉത്തരവിൽ പറയുന്നത് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് എന്ന് പറയുന്നത് ശബരിമല മാത്രം ഉദ്ദേശിച്ചല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന മുഴുവൻ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഉത്തരവ്. അതിൽ പറയുന്നത് പഴയത് മാറ്റി പുതിയത് വെക്കുക, അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി മാറ്റുക, അങ്ങനെ എന്ത് വന്നാലും അത് വരുന്ന പഴയത് മാറ്റി പുതിയത് വെക്കുമ്പോൾ ബാക്കി വരുന്ന പഴയത് പൊതുമുതലാണ്, അത് ദേവസ്വത്തിന്റെ സ്വത്താണ്. ആ സ്വത്ത് ദേവസ്വം ബോർഡിൻ്റെതാണ്, ദേവസ്വം ബോർഡ് അത് സൂക്ഷിക്കണം എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത വരിയിൽ പറയുന്നു, പൂർവ്വകാല നടപടിക്രമങ്ങൾ എന്താണെങ്കിലും ഇനി ആവർത്തിക്കരുത് എന്ന് കൃത്യമായി പറയുന്നത് വാജിവാഹനം അടക്കമുള്ളത് തന്ത്രിക്ക് ആണ്. അത് മാറ്റിയാൽ അവകാശം എന്നുള്ളത് കൊണ്ട് അതിനു മുമ്പ് കാലാകാലങ്ങളായി കൊടുക്കുന്നത് കൊണ്ട് അതിലൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് പൂർവ്വകാല നടപടിക്രമങ്ങൾ എന്താണെങ്കിലും ഇനി മുതൽ ഇങ്ങനെ ആയിരിക്കണമെന്ന് കൃത്യമായി തന്നെ പറയുന്നത്. ആ ഉത്തരവ് പുറത്തിറങ്ങി 5 വർഷം കഴിയുമ്പോഴാണ് അന്നത്തെ തന്ത്രിയായിരുന്ന കണ്ഠരര് മോഹനർക്ക് 2 UDFന്റെ ദേവസ്വം ബോർഡ് അംഗങ്ങളും ഒരു CPIMന്റെ അംഗവുമുള്ള ദേവസ്വം ബോർഡ് ഭരണസമിതി വാജിവാഹനം കൈമാറുന്നത്. ആ വാജിവാഹനം കൈമാറിയത് നടപടിക്രമങ്ങൾ പാലിച്ചാണ് എന്ന് അജയ് തറയിൽ ഇപ്പോൾ അവകാശപ്പെടുന്നു. അന്ന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന കോൺഗ്രസ് നേതാവായ പ്രയാർ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ ജീവിച്ചിരിപ്പിട്ടില്ല, അദ്ദേഹം അന്തരിച്ചു. മറ്റൊരു അംഗം കെ രാഘവൻ CPIMന്റെ അംഗമാണ്. അദ്ദേഹം ഇപ്പോഴും പറയുന്നു അത് പൂർണ്ണമായും അന്ന് ചെയ്തത് തെറ്റാണ്, അന്ന് ചെയ്തത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നത്. CPIMനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി UDFന്റെ ഒരു പ്രസിഡന്റും ഒരു അംഗവും നിൽക്കുന്ന കാലയളവിൽ ടെക്നിക്കലായി UDF ഭരണസമിതി CPIMന്റെ ഒരു അംഗം അതിനകത്തുണ്ട്. എങ്കിലും UDF ഭരണസമിതി എടുത്ത ഒരു തീരുമാനം കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ വരുമ്പോൾ സ്വർണ്ണക്കള്ള വിവാദത്തിൽ വലിയ പ്രതിരോധത്തിൽ നിന്ന് CPM കുറച്ച് രക്ഷപ്പെട്ടു വരികയാണ്. അതിൽ ഓരോ ദിവസം കൂടുമ്പോഴും
CPM കുറച്ചുകൂടി രക്ഷപ്പെടുകയും കോൺഗ്രസ് പ്രതിരോധത്തിലാവുകയും ചെയ്യുന്ന കാഴ്ച കാണുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വന്ന ഉത്തരവ് വലിയ പ്രതിരോധത്തിൽ UDF കൊണ്ടുപോവുകയാണ് എന്ന് പറയേണ്ടി വരും.